ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു ബീറ്റ ബ്രീഡിങ് ആരംഭിച്ചാലോ? മഴക്കാലമെല്ലാം മാറി മഴയെല്ലാം മാറി മാനമൊക്കെ തെളിഞ്ഞ് നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പം ബീറ്റ ബ്രീഡിങ്ങിന് അനുയോജ്യമായ കാലാവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ നമ്മൾ കണ്ടീഷൻ ചെയ്ത് വെച്ച ഒരു ബീറ്റ ഫിഷിനെ, ഒരു മെയിൽ ഫിഷിനെ, ഒരു ഫീമെയിൽ ഫിഷിനെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് നല്ല വൃത്തിയുള്ള ബേസണിൽ വെള്ളമെടുത്ത് അതിലേക്ക് ചെറിയ പ്ലാന്റ് ഇട്ട് കൊടുക്കാം. അത് നല്ല ബീറ്റ ബ്രീഡിങ്ങിന് അനുയോജ്യമായ ഒരു അവസ്ഥയാണ് പ്ലാന്റ് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമുക്കതിലേക്ക് ഒരു 2 ബദാം ലീഫിൻ്റെ ഇല, നല്ല ഉണങ്ങിയ ബദാം ലീഫിൻ്റെ ഇലയും കൂടെ കളക്ട് ചെയ്ത് കഴുകി വാഷ് ചെയ്ത് ക്ലിയറായിട്ട് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അത് കിടന്ന് ഇൻഫ്യൂസറിയായി വളർന്ന് വലുതാകുന്ന നല്ലതായിരിക്കും. ബീറ്റ കുഞ്ഞുണ്ടായി കഴിയുമ്പം അതിൻ്റെ ഇൻഫ്യൂസറിൻ്റെ കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ലതാണ്. ഇനി നമുക്ക് നല്ല കണ്ടീഷൻ ചെയ്തൊരു മെയിൽ ഫിഷിനെ ബീറ്റ ബ്രീഡിങ് ടാങ്കിലേക്ക് നമുക്ക് ആദ്യം വെള്ളത്തിൽ ഇതിൻ്റെ ടെമ്പറേച്ചറൊക്കെ ആകാൻ വേണ്ടി മെയിൽ ഫിഷിനെ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നല്ലപോലെ കണ്ടീഷൻ ചെയ്ത് കൂത്താടിയൊക്കെ കൊടുത്ത് വളർത്തി നല്ല ഹെൽത്തി ആയിട്ടുള്ള മെയിൽ ഫിഷിനെയാണ് നമ്മൾ ആദ്യം ഇത് കണ്ടത്. അതുപോലെ തന്നെ മെയിൽ ഫിഷിന് ബീറ്റ ബ്രീഡിങ് അത്യാവശ്യമുള്ള ഒരു വസ്തുവാണ്. ഒരു ഫ്ലോട്ടിങ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പറോ തെർമോക്കോളിൻ്റെ പീസോ എന്തെങ്കിലും നമ്മളതിൽ ആഡ് ചെയ്യാണ്ട്, അതിലാണ് ബീറ്റ ബ്രീഡിങ്ങിന് ബബിൾസ് ഉണ്ടാക്കി വെക്കുന്നത്. അതുപോലെ തന്നെ നല്ല കണ്ടീഷൻ ചെയ്ത മെയിൽ ഫിഷിനെയാണ് നമ്മൾ കളക്ട് ചെയ്തത്. പ്ലക്കാർഡ്സിൽപ്പെട്ട ഒരു ഗാലക്സി കോഴി ഐറ്റംസിൽപ്പെട്ട ബീറ്റ ഫിഷിനെയാണ് നമ്മളിന്ന് കളക്ട് ചെയ്ത് വെച്ചത്. അതിൽ നമ്മൾ ഫസ്റ്റ് ടൈം അതിൽ മെയിൽ ഫിഷിനെ വെള്ളത്തിലേക്ക് ആഡ് ചെയ്യണം. അതുപോലെ തന്നെ അത് ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും ആ അവസ്ഥയുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് കഴിയുമ്പം നമുക്ക് പുറകെ തന്നെ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പം നമുക്ക് ഒരു ബോട്ടിലാക്കി ഒരു ഫീമെയിൽ ഫിഷിനെ അതിലേക്ക് സാവകാശം ഇറക്കി വെച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നല്ല കണ്ടീഷൻ ചെയ്ത് നല്ല കൂത്താടിയും നല്ല ഫുഡൊക്കെ കൊടുത്ത കണ്ടീഷൻ നല്ല എഗ് ലോഡായ ഒരു ഫീമെയിൽ ഫിഷിനെ ആയിരിക്കണം നമ്മൾ ബീറ്റ ബ്രീഡിങ്ങിന് അതിലേക്ക് ഫീമെയിൽ ഫിഷിൻ്റെ കൂടെ നമ്മൾ ഇറക്കി വിടേണ്ടത്. അല്ലെങ്കിൽ നമ്മുടെ ബീറ്റ ബ്രീഡിങ് ഫ്ലോപ്പായി പോകണമെന്നായിരിക്കും. അപ്പോൾ നമ്മൾ മെയിൽ ഫിഷിനെ ഇറക്കി വെച്ച് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അത് കൈയോടെ തന്നെ നമുക്ക് അതിനൊരു ഫീമെയിൽ ഫിഷിനെയും അതുപോലെ തന്നെ സ്റ്റാർഫിൻ്റെ കാണാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും പാത്രത്തിലോ ഗ്ലാസ്സിലോ എന്തെങ്കിലും മെയിൽ ഫിഷിന് കാണാവുന്ന രീതിയിലുള്ള പാത്രത്തിൽ ആ വെള്ളത്തിൻ്റെ ലെവലിൽ കണക്ക് കൂട്ടി അതിലേക്ക് വയ്യ ഇറക്കി വെച്ച് കൊടുക്കും. നല്ല ഹെൽത്തിയുള്ള ഫീമെയിൽ ഫിഷിനെയാണ് നമ്മൾ ചെയ്യുന്നത്. വരുന്ന ദിവസങ്ങളിൽ അപ്ഡേഷനും പുറം ദിവസങ്ങളിൽ നമ്മൾ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇംഗ്ലീഷിൽ